ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ SB. മക്കളെ, നിങ്ങളുടെ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എഴുതുന്നുണ്ടല്ലേ? ഇനി ബേസിക് സയൻസിന് നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കേണ്ടേ? ഒരു മാർക്ക് പോലും നമ്മുടെ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നല്ലേ? സോ അതിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് ഡാഷ്. എ പ്ലാന്റ് ഇൻ വിച്ച് പോളിനേഷൻ ടേക്ക് പ്ലേസ് ബൈ പോളിനേറ്റിംഗ് ഏജന്റ് റെയിൻ വാട്ടർ ഈസ് കോൾഡ്. ഏതാണ് വരാടാ? കുരുമുളകല്ലേ, പെപ്പർ അല്ലേ നമുക്ക് പറയാൻ പറ്റുക. എന്താണ്? മഴയിലൂടെ പരാഗണം നടത്തുന്ന പറയാൻ പറ്റുക. അപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലെ? പോളിനേഷൻ നടത്തുന്നതിൽ ഇപ്പൊ വിൻഡിലൂടെ ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ വെള്ളത്തിലൂടെ വാട്ടറിലൂടെ ചെയ്യുന്നതുണ്ട്, ക്രിയേച്ചേഴ്സ് വഴി ചെറിയ ചെറിയ ജന്തുക്കൾ വഴി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പോളിനേഷൻ നടത്തുന്നുണ്ട്, പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വാട്ടർ ആൻഡ് വിൻഡ് ആർ ഓൾസോ പോളിനേറ്റിംഗ് ഏജന്റ്. വെറും പക്ഷികളും ജീവികളും മാത്രമല്ല, വെള്ളവും അതേപോലെ തന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്? കാറ്റും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പോളിനേറ്റിംഗ് ഏജന്റ്, പരാഗണകാരികൾക്ക് എക്സാമ്പിളുകളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ അരിഭക്ഷണല്ലേ മെയിൻ ആയിട്ട് കഴിക്കുക, അത് ഏത് വഴിയാണ് നടക്കുന്നത്? കാറ്റ് വഴി. ഇപ്പൊ നെൽപ്പാടൊക്കെ നന്നായിട്ട് ആടി ആടി ഒലയുന്നത് കണ്ടിട്ടില്ലേ? സോ അതോടെ നമുക്ക് എന്ത് പറയാം? പാഡി, വീറ്റ, മെയ്സ, ഷുഗർ കെയിൻ ഒക്കെ എന്താണ്? വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്നതാണ്. ദ പോളിനേറ്റിംഗ് ഏജന്റ് ഇൻ പെപ്പർ പ്ലാന്റ്, കുരുമുളകിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ജലമാണെന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ കുരുമുളക് ചെടിയിലൊക്കെ നിങ്ങൾക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മഞ്ഞ തുള്ളി പോലെ ഇങ്ങനെ ജലകണിക നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പോളിനേഷൻ നടത്താണെന്ന്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ കിട്ടില്ല, പക്ഷെ ഇനി നിങ്ങളത് ശ്രദ്ധിക്കുക. ഓരോരോ ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ ജലത്തുള്ളികൾ നിൽക്കുന്നത് കാണുമ്പോൾ അത് ആലോചിക്കുക, പോളിനേഷൻ പരാഗണം നടത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട് നമുക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ബീജസങ്കലനം എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ബീജസങ്കലനം നടത്താൻ പറഞ്ഞ? പരാഗണ രേണുക്കൾ പുംബീജം പരാഗണ രേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടി ചേർന്നാലേ അവിടെ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടന്ന് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. പുതിയ പുതിയ പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടണ്ടേ? അപ്പൊ സീഡ് ഉണ്ടായി ഫ്രൂട്ട് ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടന്നേ പറ്റൂ, ബീജസങ്കലനം നടന്നേ പറ്റൂ. അപ്പൊ രണ്ട് ഇപ്പൊ ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. രണ്ടും കൂടെ നമ്മൾ യോജിപ്പിക്കണം. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കണം. അപ്പൊ പുംബീജം അണ്ഡവുമായി കൂടി ചേരുന്ന പ്രവർത്തനത്തെ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് വിത്ത് ദ എഗ്, അതുമായിട്ട് കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയുന്നത്. അപ്പോ ബീജസങ്കലനത്തിന് ശേഷമാണ് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതിലോട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻസ് വരണം, കുഞ്ഞേതായിട്ടുള്ള പോളൻസ് വരണം അല്ലെ? സോ അതേപോലെ നമ്മുടെ പിക്ചറിൽ കാണുന്നത് പോലെ പോളൻ ഗ്രെയിൻസ് വന്നു, താഴെ ഓവറിയുടെ അകത്തുള്ള ഒവ്യൂളൊക്കെ ആയിട്ട് കൂടി ചേർന്ന് അതിൽ എഗ്ഗുമായിട്ട് ഈ മെയിൽ ഗമേറ്റ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുതിയതായിട്ടുള്ള കുഞ്ഞനായിട്ടുള്ള സീഡുകൾ കിട്ടുക. അതിൽ നിന്നാണ് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക അല്ലെ? സോ ഒവ്യൂള് സീഡായിട്ടും ഓവറി ഫ്രൂട്ട് ആയിട്ടും മാറുന്നു എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ ബാക്കിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് ഫെർട്ടിലൈസേഷൻ. സെറ്റ് ആയിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലാവും. അപ്പൊ റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അല്ലെ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കുറേ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. സ്ട്രോബെറി തന്നിട്ടുണ്ട്, ചിലരുടെ ഫേവറേറ്റ് ആയിരിക്കുള്ള സ്ട്രോബെറി. ദെൻ ചില്ലി തന്നിട്ടുണ്ട്, എയർ കാനറ്റ് തന്നിട്ടുണ്ട്, അടയ്ക്കാക്കൊലയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാന്നാ ചോദിക്കുന്നത്. ഫ്ലവർ ആർ സീൻ ഇൻഫ്ലോറസൻസ്, പൂക്കൾ കുലകളായിട്ട് കാണുന്നത് ഇതിൽ ഏതാണ്? അതേപോലെ മോർ ദാൻ വൺ ഓവറി ഇൻ എ ഫ്ലവർ, ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണുന്നത് ഏതാണ്? ദെൻ ഫ്ലവർ ആർ സീൻ ബൈ വൺ ബൈ വൺ ആയിട്ട്, സിംഗിൾ ഫ്ലവർ ആയിട്ട്, ഓരോരോ കുലകളായിട്ട്, പൂക്കൾ ഓരോന്നായിട്ട് കാണുന്നതാണെങ്കിൽ അത് ഏതാന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, കുലകളായിട്ട് കാണുന്നത് ഏതാ? അടയ്ക്കാക്കുല. അതിന്റെ പേര് തന്നെ ഉണ്ട് അല്ലെ? അടക്ക അങ്ങനെ കൊലയായിട്ടല്ലേ കാണാൻ പറ്റുക. സോ അതിന്റെ പൂക്കൾ എന്ന് പറഞ്ഞ ഒരു കൊലയായിട്ട്, വലിയ കൊല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലേ, അത്യാവശ്യം നല്ല കുറെ എണ്ണങ്ങൾ കൂടി ഒരു ബണ്ടിൽ പോലെ കാണുകയാണെങ്കിൽ, ഇൻഫ്ലോറസൻസ് കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് നൈസ് ആയിട്ട് എന്ത് ചെയ്യാം? ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതാ വരുന്നത്, ഒരു പൂവില് ഒന്നിലധികം അണ്ഡാശയം വരികയാണെങ്കിൽ അത് സ്ട്രോബെറിയുടെ കേസിലാണ്. സ്ട്രോബെറിയുടെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ മോർ ദാൻ വൺ ഓവറി ഇൻ എ ഫ്ലവർ ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെ? നെക്സ്റ്റ് ഇതാണ് ലാസ്റ്റ് ഉള്ളത്. പിന്നെ ചില്ലി ആയിട്ട് ബന്ധപ്പെട്ടാണ്. പൂക്കൾ ഓരോന്നായിട്ട് ഓരോരോ പൂവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടല്ലേ നമുക്ക് മുളക് കിട്ടാൻ കണ്ടോ? ഒരു ചെടിയിൽ തന്നെ ഒരുപാട് മുളക് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോന്നായിട്ട് കാണുന്നു എന്ന് പറയാൻ പറ്റും. സെറ്റ് അല്ലേടാ? റെഡി അല്ലേടാ മക്കളെ? അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. മുകളിലെ ചിത്രത്തിന്റെ പേരുകൾ എഴുതുക. പിക്ചർ
1 തന്നിട്ടുണ്ട്, പിക്ചർ 2 തന്നിട്ടുണ്ട്. നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് A-B ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ജന്തുക്കളുടെ ആനിമൽ സെല്ലും അതുപോലെ പ്ലാന്റ് സെല്ലും ആണ് മിസ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആനിമൽ സെല്ല് നമ്മുടെ ബോഡിക്കകത്ത് നമ്മളൊക്കെ കാണുന്ന ടൈപ്പ് സെല്ല് ഏതാ, ഇതേപോലെ ഇരിക്കുന്നതാണ്. എന്നാൽ സസ്യത്തിന്റെ പ്ലാന്റ് സെല്ലാണെങ്കിൽ ഇങ്ങനെയാണ്. ഏതാ അതിലെ വ്യത്യാസം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതില് മർമ്മം എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട്. രണ്ടിലും എന്തുണ്ട്, മർമ്മമുണ്ട്, സെൻട്രലായിട്ട് ഈ ഒരാളുണ്ട്. ദെൻ ഹരിതകം നമ്മുടെ പ്ലാന്റ്സിലല്ലേ കാണുള്ളൂടാ, നമ്മുടെ ബോഡിക്കകത്ത് ഹരിതകം കാണുമോ, കാണില്ല. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റ് ഹരിതകം മിസ് പച്ച കളറിൽ തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സസ്യത്തിന്റെ റിലേറ്റഡ് ആണ് അല്ലെ. ഹരിതകം ക്ലോറോഫിൽ എന്നൊക്കെ പറയുന്നതല്ല, സോറി ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. അതെന്തിലാ കാണുന്നത്, നമ്മുടെ പ്ലാന്റ് സെല്ലില് സസ്യകോശത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ദെൻ കോശദ്രവ്യം രണ്ടിലും ഉണ്ട്, രണ്ട് ഭാഗത്ത് ഫ്ലൂയിഡ് ആയിട്ട് കാണുന്ന പോർഷൻസ് ഉണ്ട്. കോശഭിത്തി എവിടെ മാത്രമേ കാണുള്ളൂ, നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ. ഇത് രണ്ടിലെ ഏതാ, ഈ ഒരു ഭാഗം നോക്കി, ഇതിൽ കുറച്ച് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ, അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ. പക്ഷെ കോശഭിത്തി സെൽ വാൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ ഫേരം രണ്ടിലും ഉണ്ട്, അതേപോലെ നമുക്ക് കോശസ്തരവും ഉണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. സോ ചെറിയ ഡിഫറൻസ് കാണിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ കേസിലും കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ സെൽ വാളിന്റെ കേസിലും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. ന്യൂക്ലിയസ് രണ്ടിലും ഉണ്ട്, സെൽ വാൾ ഏതിലേ ഉള്ളൂ, നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സെൽ വാള്. ദെൻ സെൽ മെംബ്രെയിൻ രണ്ടിലും ഉണ്ട്, കോശദ്രവ്യം രണ്ടിലും ഉണ്ട്, ഫേനം രണ്ടിലും ഉണ്ട്. ഹരിതകം വരുന്നതും പ്ലാന്റ് സെല്ലിലാണ് എന്നുള്ളതും മക്കൾ എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. എന്താണ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇവിടെ കുറച്ച് ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ഗ്രാസ് കഴിക്കുന്നത് ആരൊക്കെയാ, ഗ്രാസ് ഷോപ്പർ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്, അതേപോലെ ചെറിയ ചെറിയ മാനുണ്ട്, മാന് അല്ലെങ്കിൽ എന്താ പറയാ മുയലുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇതെല്ലാം എന്താണ്, പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവികളാ. അതിനെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ് ആര്, നമ്മുടെ ഫ്രോഗ്, അതേപോലെ ചാമലോൺ, ഫോക്സ്, ടൈഗർ എന്നൊക്കെ പറയുന്നത്, കടുവ, അതേപോലെ തന്നെ കുറുക്കൻ ഒക്കെ പറയുന്നത് എന്താണ്, അതിനെ തിന്ന് ജീവിക്കുന്ന ആളുകളാ. ഈ പറയുന്ന ആളുകളെയും തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഫ്രോഗിനെ തവളെ തിന്നുന്ന ആളുകളാണ് പാമ്പുകള്. പാമ്പ് ഇര വിഴുങ്ങി പറയില്ലേ, പാമ്പ് തവളിനെ വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ അത് അതിനെ തിന്നുന്നതാണ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ കുഞ്ഞനായിട്ടുള്ള പാമ്പിനെ തിന്നുന്ന ആളാരുണ്ട്, കഴുകൻ അല്ലെങ്കിൽ പരുന്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എന്ത് ചെയ്യുന്നു, പാമ്പിനെ തിന്നുന്ന ആളുകളാ. അപ്പൊ ഒരാളെ തിന്നു, ഒരാൾ അടുത്ത ആളെ തിന്നുന്നു, അങ്ങനെ തിന്നിട്ടാണ് എന്ത് പോകുന്നത്, ഇതിനെ നമ്മൾ എന്താ പറയാന്നാ ചോദിക്കുന്നത്. അപ്പൊ മുയൽ എന്ന ജീവിവർഗം ഇല്ലാതായാൽ ഏത് ഭക്ഷ്യശൃംഖലാജാലത്തിനെയാണ് അത് ബാധിക്കുക. അതുപോലെ ഭക്ഷ്യശൃംഖലാജാലം ഒന്നിൽ ഒരു ജീവി 3 വ്യത്യസ്ത ജീവികളെ ആഹാരത്തിന് ആശ്രയിക്കുന്നു, അതിന്റെ പേര് എഴുതുക. ഈ ഭക്ഷ്യശൃംഖലാജാലകത്തിന്റെ ഉൽപാദകന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉൽപാദകന്റെ പേര് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് തന്നെയല്ലേ, ഏറ്റവും മുകളിൽ കാണുന്നത് പുല്ല് തന്നെയല്ലേ, അതിലൊരു മാറ്റവും ഇല്ല അല്ലെ. അതുപോലെ മുയൽ എന്ന ജീവനെ ഇല്ലാതായി എന്ന് വിചാരിക്കുക. ഇവിടെ നൈസായിട്ട് നമ്മൾ മുയലിനെ വെട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും ബാധിക്കില്ലേ, ഇതാ കുറുക്കന് പിന്നെ തിന്നാനൊന്നും ഇല്ല അല്ലെ. അതേപോലെ നമുക്ക് ഓരോന്നുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാളെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഏത് ജീവിയെ അത് ബാധിക്കും, മറ്റുള്ള ജീവികളെ അത് ബാധിക്കും. ഇതാ കടുവേനെ, കുറുക്കനെ ഒക്കെ അതെന്ത് ചെയ്യും, ബാധിക്കുമെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒന്നില് എന്താണ്, ഭക്ഷ്യശൃംഖലാജാലം ഒന്നിലൊരു ജീവി 3 വ്യത്യസ്ത ഇനം ജീവികളെ ആഹാരത്തിന് ആശ്രയിക്കുന്നുണ്ട്, അതാരാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഭക്ഷ്യശൃംഖലാജാലം 1, ഇതാണ് ഒന്നാമത്തേത്. അതില് ഒരു ജീവി, ഇതിൽ ഏതോ ഒരു ജീവി എന്ത് ചെയ്യുന്നുണ്ട്, 3 വ്യത്യസ്ത തരം ജീവികളെ ആശ്രയിക്കുന്നു. ആരായി 3 വ്യത്യസ്ത തരം ജീവികളെ ആശ്രയിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ. ഇതിലേതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, ഏതാ ഇതിൽ വരുന്നത്, 3 വ്യത്യസ്ത ഇനം ജീവികളെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നു. അപ്പൊ ഏതാ ആശ്രയിക്കുന്നുണ്ട് മക്കളെ, ഇതാ കടുവ നോക്കൂ. കടുവ ഇവിടെ എന്താ, കാട്ടുപോത്തിനെ റിലേറ്റഡ് ആയിട്ടുണ്ട്, മാനിനെ റിലേറ്റഡ് ആയിട്ടുണ്ട്, മുയലിനെ റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ കടുവ അല്ലെ, ടൈഗർ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് പറയും, ഫുഡ് വെബ് എന്നാ പറയാ, ഭക്ഷ്യശൃംഖലാജാലം എന്നാണ് പറയാ. അപ്പൊ വിവിധ ഭക്ഷ്യശൃംഖലാജാലങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഭക്ഷ്യശൃംഖലാജാലിക അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ അത് പഠിച്ചു വെക്കുക, വെരി 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 ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മള് ഉൽപാദകർ എന്ന് പറഞ്ഞു, അതാണ് ഹരിത സസ്യങ്ങള്. നമ്മൾ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്നത് ഹരിത സസ്യങ്ങളെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്, നമ്മളൊക്കെ ഉപഭോക്താക്കളാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന ആളുകൾ, ഉപഭോക്താക്കൾ, കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ, റെഡി അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ, സബ്സ്റ്റൻസുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന്
ഏതെല്ലാമാണ് ഇതില് എന്തിന് ഉദാഹരണമാണ് ഇതെന്നാ ചോദിക്കുന്നത്. അപ്പൊ കറിയുപ്പ്, അലുമിനിയം, ഗ്ലിസറിന്, അപ്പക്കാരം, കോപ്പർ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താ, എന്തിലാണ് ഇതിന് ഉൾപ്പെടുത്താൻ പറ്റുക ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും പ്യുവർ സബ്സ്റ്റൻസുകളാണ് അഥവാ ശുദ്ധ പദാർത്ഥങ്ങളാണ്, ഒരേ സ്വഭാവമുള്ള കണികകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ്. അപ്പൊ കറിയുപ്പെടുത്ത് എവിടെ നിന്ന് എടുത്താലും ഉപ്പല്ലേ കാണുള്ളൂ, നിങ്ങൾക്ക് പഞ്ചസാര കാണാൻ പറ്റോ? ഇല്ല. അപ്പൊ എവിടെ നോക്കിയാലും ഒരേപോലത്തെ കണികകളാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ് അഥവാ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. സോ മക്കൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. മെറ്റീരിയൽ മേഡപ്പ് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് ഐഡന്റിക്കൽ നേച്ചർ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്ന ആളുകൾ, അതേപോലെ ഒരേപോലെയുള്ള കണികളെ നിർമ്മിതമായിട്ടുള്ളതിനെയാണ് പ്യുവർ സബ്സ്റ്റൻസ് പറയുക. അതിന് എക്സാമ്പിൾ കാണാൻ ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പൊ ഐസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം ആയിക്കോട്ടെ, ഗ്ലിസറിൻ ആയിക്കോട്ടെ, സോൾട്ട്, ഷുഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് ആയിക്കോട്ടെ, സ്വർണം, റിയൽ സ്വർണ്ണം ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന പോർഷൻസ് ആണ്. എന്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഇനിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കാണാം, നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. സോ എന്റെ എല്ലാ മക്കൾക്കും എക്സാം എഴുതാൻ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഇയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.